കോഴിക്കോട് കോർപ്പറേഷനിലെ വാഹനങ്ങൾ അറ്റകുറ്റപ്പണികൾ നടത്താതെ കട്ടപ്പുറത്ത്. നിലവിൽ സർവീസ് നടത്തുന്ന വാഹനങ്ങളിൽ പലതിനും തകരാറുകൾ സംഭവിച്ചിട്ടും അധികൃതർ പ്രവർത്തനയോഗ്യമാക്കാൻ നടപടികൾ സ്വീകരിക്കുന്നില്ല. എന്നാൽ ആവശ്യങ്ങൾക്ക് വലിയ തുക നൽകിയാണ് ഇപ്പോൾ വാഹനങ്ങൾ പുറമേ നിന്നും വാടകയ്ക്കെടുക്കുന്നത്. കോഴിക്കോട് കോർപ്പറേഷന്റെ നിത്യേനയുള്ള ആവശ്യങ്ങൾക്കായി പുറത്തുനിന്നും അമിത വാടക നൽകി വാഹനങ്ങൾ വിളിക്കേണ്ട സ്ഥിതിയാണ് നിലവിലുള്ളത്. അറ്റകുറ്റപ്പണികൾക്കായി ടെൻഡർ വിളിക്കാൻ വൈകുന്നതാണ് നിലവിലെ പ്രതിസന്ധിക്ക് കാരണം. കോർപ്പറേഷന് സ്വന്തമായി 75 വാഹനങ്ങളാണുള്ളത്. ഇതിൽ ഭൂരിഭാഗം വാഹനങ്ങളും കഴിഞ്ഞ മാസങ്ങളിൽ അറ്റകുറ്റപ്പണികൾ നടത്താതെ ഉപയോഗശൂന്യമായി. ചെറിയ തകരാറുകൾ സംഭവിച്ച വാഹനങ്ങൾ പോലും അറ്റകുറ്റപ്പണികൾ പൂർത്തിയാക്കി പ്രവർത്തനയോഗ്യമാക്കാൻ അധികാരികൾ തയ്യാറായിട്ടില്ല. നിലവിലെ ആവശ്യങ്ങൾക്കായി 12 വാഹനങ്ങളാണ് കോർപ്പറേഷൻ പുറമേ നിന്നും വാടകയ്ക്ക് എടുത്തിട്ടുള്ളത്. വാടകയ്ക്കെടുക്കുന്ന വാഹനങ്ങൾക്ക് മാസം ലക്ഷക്കണക്കിന് രൂപയാണ് നൽകുന്നത്. അതായത് ദിനംപ്രതി ഒരു വാഹനത്തിന് നൽകുന്നത് 20,000 രൂപ. വിവിധ വിഭാഗങ്ങൾ വാഹനങ്ങൾ വേണമെന്ന ആവശ്യവും കോർപ്പറേഷന് മുൻപിൽ സമർപ്പിച്ചിട്ടുണ്ട്. അറ്റകുറ്റപ്പണികൾ നടത്തുന്ന തുകയേക്കാൾ കുറവാണ് വാടക ഇനത്തിൽ നൽകുന്നതെന്നാണ് കോർപ്പറേഷൻ അധികൃതർ നൽകുന്ന വിശദീകരണം. വലിയ വില നൽകി വാങ്ങിയ വാഹനങ്ങൾ പോലും പ്രവർത്തനരഹിതമായി കിടക്കുന്നത് മൂലം ഭീമമായ നഷ്ടമാണ് കോർപ്പറേഷനുള്ളത് എന്നത് വാസ്തവം. ക്യാമറമാൻ മഹേഷ് കുമാറിനൊപ്പം നൗഫൽ നസീർ, റിപ്പോർട്ടർ, കോഴിക്കോട്.